നമസ്കാരം. ആലപ്പുഴയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി യുവതിയടക്കം 2 പേർ പിടിയിൽ. 3 കിലോ ഹൈബ്രിഡ് കഞ്ചാവുമായാണ് യുവതിയും സഹായിയും അറസ്റ്റിലായത്. വിപണിയിൽ 3 കോടി രൂപ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് പിടികൂടിയത്. പിടിയിലായ തസ്ലീമ സുൽത്താനയ്ക്ക് സിനിമാ മേഖലയിലെ ഉന്നതരുമായി ബന്ധമുണ്ടെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എസ് വിനോദ് കുമാർ. തന്റെ കയ്യിൽ നിന്നും നേരിട്ട് ലഹരി വസ്തുക്കൾ വാങ്ങുന്ന സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട 2 പേരുടെ പേരും വെളിപ്പെടുത്തി ഇന്നലെ രാത്രി തീരദേശ റോഡിൽ വെച്ചാണ് ഇവരെ പിടികൂടുന്നത്. 3 കിലോ വരുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവരുടെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തത്. സാധാരണ കഞ്ചാവിനേക്കാളും വിപണിയിൽ മൂല്യം കൂടുതലാണ് ഹൈബ്രിഡ് കഞ്ചാവിന്. സിനിമാ മേഖലയിലെ പല പ്രമുഖർക്കും MDMAയും ഹൈബ്രിഡ് കഞ്ചാവും അടക്കം എത്തിക്കുന്നതിൽ പങ്കുണ്ടെന്നും എക്സൈസ് ഉദ്യോഗസ്ഥർ. തസ്ലീമയും 2 പ്രമുഖ നടന്മാരും തമ്മിലുള്ള വാട്സ്ആപ്പ് ചാറ്റുകളും വിവരങ്ങളും എക്സൈസ് ഉദ്യോഗസ്ഥർ ശേഖരിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തസ്ലീമയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. തസ്ലീമ സുൽത്താന കണ്ണൂർ സ്വദേശിനിയാണെന്നും ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിലാണ് താമസമെന്നും ചോദ്യം ചെയ്യലിൽ പറഞ്ഞു. ക്രിസ്റ്റീന എന്നും ഇവർക്ക് പേരുണ്ട്. ലഹരി റാക്കറ്റുമായി ബന്ധമുള്ള തസ്ലീമ സുൽത്താനയുടെ പേരിൽ എറണാകുളം പോലീസിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ MDMA ഉപയോഗിപ്പിച്ചതിന് പോക്സോ കേസും എടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ്, മലയാളം, തമിഴ് ഉൾപ്പെടെ 8ഓളം ഭാഷ സംസാരിക്കുന്ന തസ്ലീമയും ഭർത്താവും 2 മക്കളും ഒന്നിച്ച് ഇന്നലെ രാത്രി ഓമനപ്പുഴയിലെ റിസോർട്ടിൽ നേരത്തെ ബുക്ക് ചെയ്ത മുറിയിലേക്ക് എത്തിയപ്പോൾ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ M മഹേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ ഇവർ സിനിമാ മേഖലയിലെ പ്രധാനപ്പെട്ട ചിലരുമായി ലഹരി വിൽപ്പന ഉള്ളതായി പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ വഴിയാണ് ഇടപാട്. ആലപ്പുഴയിൽ ടൂറിസം രംഗത്തെ ചിലർക്ക് കൈമാറാനും ഉദ്ദേശിച്ചിരുന്നു. ഓൺലൈൻ വഴി ഇടപാടും പണ കൈമാറ്റവും നടത്തിയ ശേഷം പറയുന്ന സ്ഥലത്ത് കഞ്ചാവ് എത്തിക്കുന്നതാണ് രീതി. നേരത്തെ പറഞ്ഞുറപ്പിക്കുന്ന സ്ഥലത്ത് കഞ്ചാവ് എത്തിക്കാൻ സഹായിക്കുന്ന ചുമതലയാണ് ഫിറോസിന്റേത്. ഫിറോസ് ഇതിനു മുൻപും ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ ഏറ്റുപറഞ്ഞു. വൻ ഇടപാടുകളെ ഏൽക്കുകയുള്ളൂ. ഇയാൾക്കെതിരെ നിലവിൽ മറ്റു കേസുകളൊന്നുമില്ല. ഹൈബ്രിഡ് കഞ്ചാവിന്റെ 4 പൊതികളായിരുന്നു ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നത്. മെഡിക്കൽ ആവശ്യത്തിനായി തായ്ലൻഡ്, മലേഷ്യ എന്നിവിടങ്ങളിലാണ് ഇത് നിർമ്മിക്കുന്നത്. ബംഗളൂരു വഴിയാണ് ഇവർ ഇത് കൊണ്ടുവന്നത്. സാധാരണ കഞ്ചാവ് 1 ഗ്രാമിന് 500 മുതൽ 1000 രൂപയാണെങ്കിൽ ഇത് 1 ഗ്രാമിന്റെ വില 10,000 രൂപ വരും. പിടിച്ച തോതനുസരിച്ച് 10 വർഷം വരെ ശിക്ഷ കിട്ടുന്നതാണെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എസ് വിനോദ് കുമാർ പറഞ്ഞു. തസ്ലീമ കൊച്ചി, ബാംഗ്ലൂർ, ചെന്നൈ എന്നീ നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ലഹരി മരുന്ന് വിൽപ്പന നടത്തിവരുന്നത്. വിദേശത്ത് നടക്കം എത്തുന്ന ലഹരികൾ ശേഖരിച്ച് വിപണിയിൽ ഇറക്കുകയാണ് പിടിയിലായ തസ്ലീമ ചെയ്തു വരുന്നത്. ഷൈൻ ടോം ചക്കോ, ശ്രീനാഥ് ഭാസി അടക്കമുള്ളവരുടെ പേരുകൾ തസ്ലീമ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് അനൌദ്യോഗികമായ സ്ഥിരീകരണം. സിനിമാ മേഖലയെ കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾക്ക് എക്സൈസ് സംഘം തുടക്കം കുറിച്ചു കഴിഞ്ഞു.